It's a joy to stand before you with the word. ദൈവവചനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. This morning, the word I'm going to share is very important. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന സന്ദേശം അത് വളരെ ഗൗരവമുള്ള ഒരു സന്ദേശമാണ്. Because it has impacted my life a lot. ആ സന്ദേശം എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. It's titled The Need to Wait on God. ഈ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെ ആവശ്യകത. Or you can say the importance of setting aside time for God. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിനു വേണ്ടി സമയം മാറ്റിവെക്കുക. See, we need to understand that our walk with God begins and ends in a total dependence on Him. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളും ദൈവവുമായിട്ടുള്ള നടപ്പ് അതിൻ്റെ തുടക്കവും അവസാനവും ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്തിലാണ്. You and I can do nothing that will last for eternity without God. നിത്യതയിൽ നീണ്ടു നിൽക്കുന്ന നിലനിൽക്കുന്ന ഒരു കാര്യം പോലും ദൈവത്തിൻ്റെ സഹായം കൂടാതെ നമ്മൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. We need to come to a place where the Holy Spirit is so flowing in and through our lives. പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിലെ ഒഴുകുന്ന അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ എല്ലാവരും വന്നു ചേരേണ്ട ഒരു ആവശ്യം ഉണ്ട്. If the Holy Spirit is not flowing in and through your lives, that means something is wrong somewhere. നമ്മളിൽ കൂടിയും പരിശുദ്ധാത്മാവ് ഒഴുകുന്നില്ല എങ്കിൽ എവിടെയോ ഒരു പ്രശ്നം നമ്മളുടെ ജീവിതത്തിലുണ്ട്. If you want the Holy Spirit to flow in and through your lives, you need to take time and set aside time for God. അഥവാ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒഴുകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. The world that we live in today, everyone is very busy. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിലെ എല്ലാവരും വളരെ തിരക്കുള്ളവരാണ്. Right from the time we get up till the time we go to sleep, the 101 voices screaming at us. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് രാത്രി ഉറങ്ങുന്നിടം വരെ ഒരു 101 ശബ്ദങ്ങളാണ് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. You have to go here, you have to go there, you have to meet people, you have to go do things. നിങ്ങളെ അവിടെ പോകണം, നിങ്ങൾ ഇവിടെ പോകണം, ഇന്നാരോട് സംസാരിക്കണം, ഇന്നതൊക്കെ ചെയ്യണം. Only when you and I come across a problem, a situation or a need, we will say, let me set aside half a day for God. എന്നാൽ ഈ തിരക്കേറിയ സമയത്തിൻ്റെ ഇടയിലെ കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രം നമ്മൾ പറയുമോ എന്നാൽ നമുക്കൊരു ദിവസം ദൈവത്തിന് വേണ്ടി ഒന്ന് മാറ്റിവെക്കാം. The rest of the time we tend to move on our own strength. അപ്പോൾ ബാക്കി സമയത്തൊക്കെ നമ്മളുടെ സ്വന്തം ശക്തിയിൽ ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. Why am I sharing all these things? എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങളോട് പങ്കുവെക്കുന്നത്? Because in the last couple of months these things were happening in my life. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 2-3 മാസം ഈ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലും നടക്കുന്നുണ്ടായിരുന്നു. Because I was involved in constructing our home, then arranging for the shifting. ഞങ്ങളുടെ ഭവനം അത് പണിയുന്നതിൻ്റെ വീട് പണി അതിൽ ഞാൻ കുറച്ച് തിരക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലെ സാധനം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം, അതിലും വളരെ തിരക്ക് പിടിച്ച കാര്യമായിരുന്നു. Constructing a home itself is a full-time job. It's one person's full-time job. ഒരു വീട് പണിയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അത് നമ്മുടെ ഒത്തിരി സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. The thing is, I decided to do it because I knew that I could save at least 4 to 5 lakhs. അപ്പം ഞാൻ അത് ഏറ്റെടുത്തതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു 4-5 ലക്ഷം രൂപയിലും എനിക്ക് ലാഭം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അതിലേർപ്പെട്ടത്. But in the end I said I shouldn't have done it. പക്ഷേ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു അത് ലാഭിക്കാൻ പോയി, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. Inside I was becoming spiritually dry.
എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളില് ആത്മീയമായിട്ട് ഒരു വരണ്ട അവസ്ഥയായിരുന്നു. Same time I had responsibilities with the church. I had responsibility with Proclaimers Ministry. അപ്പം ഓർത്തോണം, അതേ സമയത്ത് ഈ സഭയിലുള്ള എൻ്റെ ചുമതലയുണ്ട്, പ്രൊക്ലൈമേഴ്സിലുള്ള എൻ്റെ ചുമതലയുണ്ട്. And same time God had opened a new door for us to plant churches. I was involved in that also. അത് മാത്രമല്ല, അത് ചില സഭകൾ സ്ഥാപിക്കുവാനായിട്ടുള്ള ഒരു വാതിലൂടെ ദൈവം തുറന്നായിരുന്നു. അപ്പം അതിലും ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. What I'm trying to say is, in the midst of everything that's happening in our life, we need to take a decision. Whatever happens, I will set aside time for God. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നാലും നമ്മളൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കണം. See, God is not looking whether you are a gifted person, whether you have talents, whether you have abilities. ദൈവം നിങ്ങൾക്ക് വളരെ കഴിവുള്ള മനുഷ്യനാണോ, വ്യക്തിയാണോ, അതോ നിങ്ങൾക്ക് ഒത്തിരി വരങ്ങളുള്ള ഒരു വ്യക്തിയാണോ എന്നല്ല ദൈവം നോക്കുന്നത്. It is good to be someone who is talented. It's good to have to move in the gifts. It's good to have abilities. ടാലന്റുകളുള്ളത്, അല്ലെ കഴിവുള്ളത്, അല്ലെ വരങ്ങളുള്ളത്, അത് നല്ലതാണ്. But God is looking for someone who is willing to be available for Him. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് ദൈവം നോക്കുന്നത് ആര് എനിക്ക് വേണ്ടി അവൈലബിൾ ആണ്, അതായത് അവരെ തന്നെ താഴ്ത്തി എനിക്ക് എൻ്റെ മുമ്പാകെ അവർ സമർപ്പിക്കുന്നു. The moment you come and say, "Yes, Lord, I am willing to be available for you," God will come and touch your life. He will come and anoint your life. He will come and fill you and take you and touch the lives of other people. നമ്മൾ കർത്താവേ എന്ന് പറയുമ്പോൾ അപ്പോഴാണ് ദൈവം നമ്മളെ വന്ന് സ്പർശിക്കുകയും ദൈവം നമ്മളെ വന്ന് അഭിഷേകം ചെയ്യുകയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പ്രയോജനം ആകുന്ന ഒരു അവസ്ഥയിലായിത്തീരുന്നത്. It is very important that every day you need to come to a place where you're so meeting with God. ഓരോ ദിവസവും നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു സമയം നമുക്കുണ്ടായിരിക്കണം. Only a person who meets with God can make Him the main focus of our lives. ദൈവത്തെ നിരന്തരമായിട്ട് കണ്ടുമുട്ടുന്ന ആളിന് മാത്രമേ ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. If Jesus is not going to become the main focus of our life, the things of this world will come and take that place. ഓർത്തോണം, അഥവാ യേശു നമ്മളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു ആകുന്നില്ല എങ്കിൽ ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളും നമ്മളെ ആകർഷിക്കും. And Jesus will be pushed to one corner of your life. അങ്ങനെയാകുമ്പോൾ യേശു നമ്മളുടെ ജീവിതത്തിലെ ഒരു കോണിക്ക് ചെന്ന് ആയിത്തീരും. Only a person who meets with God can walk in humility before God and man. ദൈവത്തെ തുടർമാനമായിട്ടും കണ്ടുമുട്ടുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവ മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും താഴ്മയോടെ ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. Only a person who meets with God can live a holy life. ദൈവത്തെ കണ്ടുമുട്ടുന്ന ആളിന് മാത്രമേ വിശുദ്ധിയിൽ ഉള്ള ജീവിതം ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. Only when our vessels are pure and holy can God come and fill it and use it to touch the lives of other people. നമ്മളുടെ പാത്രം വിശുദ്ധിയും വെടിപ്പുമുള്ളതാണെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കത്തുള്ളൂ. If you're telling me that I am a believer, I am a Christian, I will tell you that if you're a believer or a Christian, you will definitely come across problems, you will come across situations, you will come across persecutions, you will come across suffering, you will come across want and need. നിങ്ങളൊരു വിശ്വാസിയാണ്, അല്ലെ ഒരു ക്രിസ്ത്യാനിയാണെന്ന് എന്നോട് പറയുവാണെങ്കിൽ ഞാൻ തിരിച്ച് നിങ്ങളോട് പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആവശ്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളെ അഭിമുഖീകരിക്കും. The good news is God has got all the resources prepared for you and me. എന്നാൽ ഇതിനകത്ത് സുവാർത്ത എന്താണ്? ഏത് പ്രശ്നവും ഏത് സാഹചര്യത്തിൽ കൂടി നമ്മൾ പോയാലും അതിനെ അഭിമുഖീകരിക്കാൻ
ദൈവത്തിൻ്റെ കയ്യിൽ, ദൈവത്തിൻ്റെ പക്കൽ ശക്തിയുണ്ട്. But if you want to receive it, you need to be a person who's setting aside time and waiting on God to receive it. പക്ഷെ ഞാൻ പറയുന്നത്, ആ ദൈവത്തിൻ്റെ സഹായം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. Setting aside time or waiting on God is not something that you do on a Sunday morning. ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെക്കുക, അല്ലെ ദൈവത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്ന കാര്യം, അത് ഒരു ഞായറാഴ്ച രാവിലെ ചെയ്യുന്ന കാര്യമല്ല. It needs to become a discipline in your life. അത് തുടർമാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അത് മാറിത്തീരണം. It needs to be something that you are incorporating into your life. അത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു ഭാഗം ആയിത്തീരണം. Because I'm sure in the morning when you get up, you brush your teeth, you have a bath, you put on fresh clothes, then you have your breakfast, then you go to your institution or school or wherever it is. സാധാരണഗതിയിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കും, നമ്മൾ മുഖം കഴുകും, നമ്മൾ ഫ്രഷാകും, നമ്മൾ തുണിയൊക്കെ മാറും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അങ്ങനെ ഒരു രീതി നമ്മൾക്കില്ലേ? In the same way, spending time with God or waiting on Him has to become a discipline in your life. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്ന കാര്യം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമത്തിൻ്റെ ഒരു ഭാഗം ആയിത്തീരണം. Only then you can live as a normal Christian, let alone the times when difficulties and problems are going to come. അങ്ങനെ നമ്മൾ ചെയ്താലേ ഒരു സാധാരണ ക്രിസ്ത്യാനിയിലെ നോർമൽ രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് വേറെ കാര്യം. Many of us, we feel that our lives are too busy for this. എന്നാൽ ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, അയ്യോ ഇത് എൻ്റെ ജീവിതം ഭയങ്കര തിരക്കേറിയതാണ്. The thing is, we cannot afford to play with our lives. പക്ഷെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ വെച്ച് കളിക്കാൻ പറ്റത്തില്ല. Just imagine if Jesus Christ, the Son of the living God, had to take time early in the morning, time during the day, late in the evening, spend the whole night in prayer so that he could fulfill the mission that God had entrusted him. ഒന്നോർത്ത് വയ്ക്കേ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് പോലും നേരം വെളുക്കുന്നതിന് മുമ്പ്, അല്ലെ രാവിലെ സമയത്ത്, അല്ലെ രാത്രി യാമങ്ങളിൽ ഒക്കെ പിതാവിൻ്റെ കൂടെ സമയം ചെലവഴിക്കേണ്ടി വന്നെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാനായിട്ട് എത്രമാത്രം നമ്മൾക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. Just imagine, we as mere human beings, if Jesus had to do that, how much time we need to set aside and be with him. ഒന്നോർത്ത് നോക്കിയേ, യേശു ക്രിസ്തുവിന് അങ്ങനെ സമയം എടുക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ പോലുള്ളവരും മനുഷ്യര് നമ്മൾക്ക് എത്രമാത്രം കൂടുതൽ ആവശ്യമുണ്ട്. Through Jesus' death on the cross at Calvary, a way has been opened for you and me to walk into his presence and fellowship with him. കാൽവരിയിൽ ക്രൂശിൽ യേശു മരിച്ചത് മൂലം നിങ്ങൾക്കും എനിക്കും ഇന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കുവാൻ, അല്ലെ അവൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുവാൻ ഒരു വഴി തുറന്നു തന്നിട്ടുണ്ട്. How many of you sitting here are availing of this wonderful privilege that God has given us to come into his very presence? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറി വരാനായിട്ട് ഈ വലിയ പദവി, വലിയ ഒരു അവസരം ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ആ അവസരം ഉപയോഗിക്കുന്നുണ്ട്? We need to understand that God is so desiring, God is so waiting for you and me to come into his presence and have that intimate, sweet fellowship with him. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ആവശ്യകതയുണ്ടെന്ന് മാത്രമല്ല, ദൈവത്തിനും നമ്മൾ അവൻ്റെ അടുക്കലേക്ക് വരണം എന്ന് വളരെ ആഗ്രഹമുണ്ട്. ആ അടുപ്പം
ദൈവവും ആഗ്രഹിക്കുന്നു. See, you and I, we cannot function effectively if our lives are not set right. നിങ്ങളുടെയും എൻ്റെയും ജീവിതം അഥവാ അത് ശരിയാക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾക്ക് ശരിയാവണ്ണം നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കത്തില്ല. Christianity will not seem to work unless our inner spiritual life is in order. നമ്മളുടെ ആത്മീക ജീവിതം അത് ക്രമത്തിലല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് നമ്മൾക്ക് നല്ല രീതിയിൽ ജീവിക്കുവാൻ സാധിക്കത്തില്ല. Therefore, waiting on God needs to become the number one priority in our lives. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാര്യം അത് നമ്മളുടെ ജീവിതത്തിലെ വളരെ അതിൽ നമ്മൾ മഹത്വം കൊടുക്കേണ്ട അല്ലെ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. Most people spend majority of their time and energy attaining positions, achievements, friends or a good family life. ഇന്ന് ലോകത്തിൽ പല ആൾക്കാരും കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് അവരുടെ ഒന്നീ കുടുംബത്തിൻ്റെ കൂടോ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനോ അല്ലെ അവരുടെ ജോലി കാര്യങ്ങളിലൊക്കെ അതിനു വേണ്ടിയാണ്. Of course, all of these use of our time are valid. ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് ആവശ്യമുള്ള കാര്യങ്ങളാണ്. But as Christians, this should not become our number one priority. എന്നാൽ ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലായിരിക്കണം ഒന്നാമത്തെ കാര്യം. Jesus said the greatest commandment was to love the Lord your God with all your heart, strength and mind. യേശു ക്രിസ്തു പറഞ്ഞത് ഏറ്റവും വലിയ കൽപ്പന എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സും പൂർണ്ണ ഹൃദയവും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. You can only do this if you know God first. ഈ പൂർണ്ണ മനസ്സും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണമെങ്കിൽ ആ ദൈവത്തെ നമ്മൾ അറിയണ്ടേ? See, we need to understand that God is willing to come and reveal himself to us and meet with us. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം നമ്മളുടെ അടുക്കലേക്ക് വരണമെന്നും ദൈവത്തെ തന്നെ നമ്മൾക്ക് വെളിപ്പെടുത്തി തരണമെന്നും. But if you want to meet with God, you need to make a sacrifice, set aside time and wait on him. എന്നാൽ നിങ്ങൾക്ക് ദൈവത്തെ കണ്ടുമുട്ടണമെങ്കിൽ നിങ്ങൾക്ക് ചില ത്യാഗങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് കുറച്ച് സമയമൊക്കെ മാറ്റി വെക്കേണ്ടി വരും. നിങ്ങൾക്ക് കുറച്ച് സമയം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. See, the time that we set aside to wait on God, we shouldn't see it as something very cheap. നമ്മൾ ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന സമയം അതിനെ വളരെ കുറച്ച് കാണാൻ പാടില്ല. There should be times that we value highly. ആ സമയങ്ങളെ നമ്മൾ വളരെ വലുതായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. If we could look at the way we use our time through God's eyes, we'll probably be shocked. നമ്മളുടെ സമയം എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്ന് അത് ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഞെട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. Remember Jesus' words to Martha, who was very busy serving him and complaining that her sister Mary was doing nothing to help. യേശു ക്രിസ്തു മാർത്തയോട് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മാർത്ത യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് മാർത്ത ഭയങ്കര തിരക്കിലായിരുന്നു. അവൾ തിരക്കിലായിരുന്നെന്ന് മാത്രമല്ല, മറിയം അവിടെ യേശുവിൻ്റെ വാക്കുകൾ കേട്ട് അവിടെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, അവൾ കണ്ടില്ലേ എന്നെ സഹായിക്കുന്നില്ല എന്ന് പരാതി വരെ പറഞ്ഞു. He said Mary chose the better things because she sat at his feet and was listening to him. അവിടെ യേശു പറഞ്ഞത് മറിയം അത് നല്ലത് തിരഞ്ഞെടുത്തു. എന്തായിരുന്നു നല്ലത് തിരഞ്ഞെടുത്തത്? മറിയം യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുമായിരുന്നു. Listen to me very carefully. നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിച്ച് കേൾക്കണമേ. Most Christians are very weak spiritually because they do not give the time they need to spend with him. മിക്കവാറും വിശ്വാസികൾ അല്ലെ ക്രിസ്ത്യാനികൾ ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കാത്തത് കൊണ്ട് ആത്മീകമായിട്ട് വളരെ ബലഹീനരാണ്. We need to understand that we are all God's stewards and we are going to be held accountable for the way we use our time. നമ്മളെല്ലാവരും
ദൈവത്തിൻ്റെ കാര്യവിചാരകന്മാരാണ് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ കണക്കും നമ്മൾക്ക് ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. Can we turn to the Gospel of John, chapter 7? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് നമുക്ക് അവിടെ നോക്കാം. Can I ask Anita to read verse 37, 38 and 39? 7-ാം അധ്യായം അതിൻ്റെ 37-ഉം 38-ഉം 39-ഉം വാക്യങ്ങൾ സിസ്റ്റർ അനിത ഒന്ന് വായിച്ചാട്ട്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. Says, he who believes in me, as the scripture has said, from his innermost being will flow rivers of living water. From his innermost being will flow rivers of living water. ഇവിടെ യേശുക്രിസ്തു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും. From his innermost being. അവൻ്റെ ഉള്ളത്തിൽ നിന്ന്. God has created us to work from our spirit and our heart outwards. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളുടെ ആത്മാവിൽ നിന്ന് ചില കാര്യങ്ങളുമായിട്ട്, അത് ഹൃദയത്തിൽ നിന്ന് വന്നിട്ട് അതിൽ നിന്ന് പുറത്തോട്ട്, അതായത് ഇത് അകത്തിൽ നിന്ന് പുറത്തോട്ട് അങ്ങനെ ഫങ്ഷൻ ചെയ്യാൻ, അങ്ങനെ കാര്യങ്ങൾ നടക്കാനായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. Luke chapter 6 verses 43 to 45. ലൂക്കോസ് 6-ാം അധ്യായം അതിൻ്റെ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല, നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല. ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് അറിയാം. മുള്ളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുകയും ചെയ്യുമാറില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. It says, the good man out of the good treasure of his heart brings forth what is good. ഇവിടെ എഴുതിയിരിക്കുന്നത്, ആ മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിലുള്ള കാര്യം അതാണ് അവൻ പുറത്തു കൊണ്ടുവരുന്നത്. God has created us to work from our spirit and our heart outwards. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളുടെ ആത്മാവ്, അതിൽ നിന്ന് ഹൃദയം, പിന്നെ ഹൃദയത്തിൽ നിന്നാണ് പുറത്തോട്ട് കാര്യങ്ങൾ വരേണ്ടത്. Matthew 15, 18 and 19. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ. വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. See, if our heart, which can be thought as a doorway to our spirit, is in a disordered state, നമ്മളുടെ ആത്മാവിലേക്കുള്ള ആ വാതില് അത് ഹൃദയമാണെന്നിരിക്കട്ടെ, and in our heart if there is anger, bitterness, unforgiveness, all these things, അപ്പം നമ്മുടെ ഹൃദയത്തിൽ അഥവാ ദേഷ്യം, പിണക്കം, അല്ലെങ്കിൽ കയ്പ്, അതൊക്കെ നിറഞ്ഞിരിക്കുകയാണെന്നിരിക്കട്ടെ, there will be no room for the Holy Spirit of God to flow in and through us. അപ്പം ഹൃദയവാതിൽ അതെല്ലാം ഉണ്ടെങ്കിൽ ഈ ആത്മാവിൽ നിന്ന് ഈ ഒഴുക്കനെ അത് ബാധിക്കും. So what happens is, most Christians, we tend to cover up these things. മിക്കവാറും വിശ്വാസികളെ ഈ കാര്യത്തിനെയൊക്കെ ഒന്ന് മറച്ചങ്ങ് വയ്ക്കും. Because we cover these things up, what happens is,
it tends to make us ineffective in our walk with God. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുന്നത് കൊണ്ട് നമ്മളുടെ ദൈവവുമായിട്ടുള്ള നടപ്പ് അത് നിഷ്ഫലമായി പോകുന്നു. That is why it is very important that in the morning when you get up, you need to set aside time for God and wait on Him. അതുകൊണ്ടാണ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് സമയം നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. When you're in God's presence, what happens is the Holy Spirit will come and point out areas in your life where you need to set right. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ സമയം ചിലവഴിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ട് നമ്മളുടെ ഹൃദയത്തിലെ ചില കുഴപ്പങ്ങളെ ചൂണ്ടിക്കാണിക്കും, അതിനെ എവിടെ ശരിയാക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു തരും. And you, at the time, you need to yield those areas to Him. അപ്പം പരിശുദ്ധാത്മാവ് അങ്ങനെ കാണിച്ചു തരുമ്പോൾ നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായിട്ട്, അല്ലെ പരിശുദ്ധാത്മാവിന് മുമ്പേ വഴങ്ങി കൊടുക്കേണ്ടതായിട്ടുണ്ട്. And you need to ask God to cleanse you. അപ്പോൾ ദൈവമേ അങ്ങനെ കഴുകണമേ എന്ന് നമുക്ക് ദൈവത്തോട് ചോദിക്കണം. Because only when we are right with God in our heart can God begin to work and touch our lives. എന്താണെന്ന് വെച്ചാൽ ഹൃദയത്തിലെ ആ കാര്യങ്ങളൊക്കെ ദൈവവുമായിട്ടൊന്ന് ശരിയാക്കിയെങ്കിൽ മാത്രമേ ദൈവത്തിന് പിന്നെ നമ്മളെ അനുഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. So our heart can be made right only when you set aside time and allow God to work in it. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഹൃദയത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ ശരിയാവുന്നത്? ദൈവത്തിൻ്റെ കൂടെ കുറച്ച് സമയം നമ്മൾ ചിലവഴിക്കണം. അപ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇങ്ങനത്തെയുള്ള കാര്യമുണ്ടെന്നും നമുക്ക് ചില കാര്യങ്ങൾ ദൈവത്തിന് മുമ്പാകെ വിട്ടുകൊടുക്കാൻ പറ്റത്തുള്ളൂ. The only way we can keep our heart right is by allowing the peace of God to reign and rule over our lives. നമ്മളുടെ ഹൃദയത്തെ ശരിയായ വണ്ണം വെക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ദൈവത്തിൻ്റെ സമാധാനം നമ്മളുടെ ഉള്ളിൽ വാഴുവാൻ നമ്മൾ സമ്മതിക്കുമ്പോഴാണ്. In Philippians 4:17 and Colossians 3:15, it talks about it very clearly. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലെ ഈ കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. The second thing, how you can keep your heart right, is by obeying your conscience. അപ്പം നമ്മുടെ ഹൃദയത്തെ എങ്ങനെ ശരിയായിട്ട് വെക്കാം എന്ന് ചോദിച്ചാൽ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, ദൈവമാകെ സമയം ചെലവഴിക്കുന്ന. അങ്ങനെ രണ്ടാമത്, നമ്മുടെ മനസ്സാക്ഷി പറയുന്നത് നമ്മളെ അനുസരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ശരിയായിട്ട് വെക്കാൻ സാധിക്കും. The third thing is by getting our lives disciplined. Disciplined. മൂന്നാമതായിട്ട് നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴും അങ്ങനെ അതും സഹായകരമാകും. As Christians, you have been created to have living water flow from within us. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെ നമ്മളെ വിശ്വാസികളായിട്ട്, അല്ലെ അവൻ്റെ ശിഷ്യരായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഇങ്ങനെ ഒഴുകണം. If this is not our normal experience, then something is wrong somewhere. ഈ ജീവജല നദികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴുകുന്നില്ല എങ്കിൽ എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. Waiting on God is not an option. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്, ദൈവമുമ്പാകെ സമയം ചെലവഴിക്കുന്നത്, അത് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാതിരിക്കാം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കാര്യമല്ല. It is an essential part of every believer's life. ഇത് ഓരോ വിശ്വാസികളുടെ ജീവിതത്തിലെ അത്യന്താവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. Each one of us, we need to understand that we are weak people who are totally dependent on God. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും തന്നെ ബലഹീനരാണ്. ദൈവത്തിൽ ആശ്രയിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു ഉത്ബോധം നമ്മൾക്ക് എല്ലാവർക്കും വേണം. When we meet with God and make room for Him in our lives, He will come and fill us and strengthen us. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തെ ഈ രീതിയിൽ കണ്ടുമുട്ടുമ്പോൾ ദൈവം നമ്മളെ മുന്നോട്ട് അവൻ്റെ കൂടെ നടക്കുവാൻ സഹായിക്കും. So waiting on God should not be a mystically dreamy sort of thing.
God is portrayed in the Bible as vibrant, powerful, real, active, dynamic personality. ഈ ദൈവത്തിനൂടെ സമയം ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ ഏതാണ്ടൊരു വല്ലാത്ത രീതിയിൽ ഏതാണ്ടൊരു സംഭവം നടക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ സങ്കല്പിക്കാതെ, ദൈവം യഥാർത്ഥമായിട്ടൊരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയോട് നമ്മൾ സമയം ചെലവഴിക്കുന്നത് മാതിരി ഉള്ള ഒരു സമയമാണ് നമ്മളും ദൈവവുമായിട്ടുള്ള സമയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. Meeting with God should have an effect on our lives. നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു വ്യത്യാസം വരണം. It should become a revelation to us. അത് നമ്മളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു വെളിപാട് നമ്മൾക്ക് ലഭിക്കണം. It should make us more aware of God and His ways. ആ സമയം ചെലവഴിക്കുന്നതോടുകൂടി ദൈവത്തെയും ദൈവത്തിൻ്റെ വഴികളെയും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറിത്തീരണം. Meeting with God should bring a great change in our hearts. ദൈവവുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ അത് വലിയൊരു വ്യത്യാസം കൊണ്ടുവരണം. Every Christian has a great deal of potential in God. എല്ലാ ക്രിസ്ത്യാനി, എല്ലാ വിശ്വാസികളും ഒരു കണക്കിന് ദൈവത്തിൻ്റെ വലിയ കാര്യം നടക്കുവാൻ സാധ്യതകൾ ഉള്ള വ്യക്തിയാണ്. But this will only be released if we make room for God to work out His will in our lives. എന്നാൽ ആ വലിയ സാധ്യതകൾ നമ്മളുടെ ജീവിതത്തിൽ കൂടി നടക്കുവാൻ നമ്മൾ അതിനുവേണ്ടി ദൈവത്തിൻ്റെ കൂടെ സഹകരിച്ചാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. We have been created by God to hold the power of God within us. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുവാൻ വേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. Nothing is impossible for this Holy Spirit power. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് പിന്നെ ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ല, സാധ്യമായിട്ടൊന്നുമില്ല. Instead, most Christians are dried up and empty inside. എന്നാൽ പല വിശ്വാസികളും ഈ രീതിയിലല്ല നടക്കുന്നത്. അവരെ വളരെ വരണ്ട അവസ്ഥയിലാണ് നടക്കുന്നത്. We are just filled up with a lot of religion. മതപരമായിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് നിറഞ്ഞാണ് പലരും നടക്കുന്നത്. We are filled up with discouragement, with disappointment. പല ആൾക്കാരും വളരെ വിഷമിച്ചും പ്രയാസപ്പെട്ടും ക്ഷീണിച്ചുമാണ്, നിരാശപ്പെട്ടാണ് ജീവിക്കുന്നത്. We are full of criticism. പലരും മറ്റുള്ളവരെ വളരെ വിമർശിച്ച് ആ വിമർശനം ഒക്കെ നിറഞ്ഞാണ് അവരിയ്ക്കുന്നത്. They know that what should be happening, but they haven't got what it takes in God. അവർക്കറിയാം അവരുടെ ജീവിതത്തിൽ എന്തുവാ നടക്കേണ്ടതെന്ന്, പക്ഷേ ആ രീതിയിൽ അവർക്ക് നടക്കാൻ സാധിക്കുന്നില്ല. But instead of living an abundant, fruitful, powerful, victorious life, they are just hanging on. എന്നാൽ ദൈവം അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഫലപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ സമൃദ്ധിയായിട്ടുള്ള ജീവിതം ജീവിക്കുന്നതിന് പകരം അവരെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി അങ്ങ് ജീവിക്കുകയാണ്. Waiting on God is the answer for these things. അതുകൊണ്ട് ഈ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ, ഞാൻ പറയുന്ന രീതിയിൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കേണ്ടത് അത്യന്താവശ്യമുള്ള ഒരു കാര്യമാണ്. Can you read Psalms 42 verses 1 to 3 and verse 7? സങ്കീർത്തനം 42 അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും പിന്നെ 7-ാമത്തെ വാക്യം ഒന്ന് നമുക്ക് വായിച്ച് കേൾക്കാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. Okay, verse 7 you read? Yes. Okay. See, this psalm expresses the desperation of a man wanting to meet with God. ദൈവത്തെ കണ്ടുമുട്ടുവാൻ ആഴത്തിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ കരച്ചിലാണ് നമ്മളിവിടെ കാണുന്നത്. He has found the reality of spiritual depth with God. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആ ആഴത്തിൽ
അത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഈ സങ്കീർത്തനക്കാരൻ. All he wants is to meet with God afresh. അദ്ദേഹത്തിൻ്റെ ആകെ ഒരു ആഗ്രഹം ദൈവത്തെ പുതുതായിട്ടല്ലേ പുതിയ രീതിയിൽ കണ്ടുമുട്ടണം. As Christians, we all need to learn how to reach into the depths of our being and into the depths of the heart of God. വിശ്വാസികളായിട്ടുള്ള നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലേണ്ടിയതെന്നും എങ്ങനെ ആഴത്തിൽ ഈ ദൈവവുമായിട്ട് കണ്ടുമുട്ടാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. This is what the psalmist is trying to describe in verse 7. ഇതാണ് ഈ 7-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്. When he says, deep calls to deep. ഇവിടെ അദ്ദേഹം പറയുന്നു, ആഴി ആഴിയെ വിളിക്കുന്നു. It is your heart touching the heart of God. ഇത് നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തെ അടുക്കൽ വരുന്ന ഒരു കാര്യമാണ്. It is getting a direct sense of God. ആ ദൈവത്തെക്കുറിച്ച് ഉള്ള ഒരു ബോധം അത് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. It is as if we are standing before the throne room of God and meeting with him. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുന്ന മാതിരി ഉള്ള ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ അദ്ദേഹം വരച്ചു കാട്ടുന്നത്. Too many Christians lack a direct sense of God. മിക്കവാറും ക്രിസ്ത്യാനികൾ വിശ്വാസികൾ അവർക്ക് ദൈവത്തോട് ഇങ്ങനെയുള്ള അടുത്ത ഒരു ബന്ധം അല്ലെ അങ്ങനെ ഒരു അനുഭവം അവർക്കില്ല. We need to understand that he is our source. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവമാണ് നമ്മളുടെ ഉറവിടം. Only he can reach out in the depths of our heart and take us to the depth of the heart of God. ദൈവത്തിന് മാത്രമേ നമ്മളുടെ ഹൃദയത്തിൻ്റെ ആഴിയിലേക്ക് കയറുവാനും അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കത്തുള്ളൂ. Can we read one more verse from Psalm 63? സങ്കീർത്തനം 63 നിന്ന് ഒരു വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. Read 1 to 3. അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, നീ എൻ്റെ ദൈവം. അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. Here in the psalm, we need to understand that it's a time when King David is running away from his son Absalom, who's coming with an army to kill him. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയത് അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൻ അബ്ശലോമിൽ നിന്ന് അദ്ദേഹം ഓടിപ്പോകുന്ന ഒരു സമയത്തായിരുന്നു. അബ്ശലോം സ്വന്തം അപ്പനെ കൊല്ലുവാൻ ശ്രമിക്കുമായിരുന്നു. And David is in the wilderness. ഈ സമയത്ത് ദാവീദ് മരുഭൂമിയിലാണ്. And here we see there's a cry from his heart to God. ഇവിടെ നമ്മൾ കാണുന്നത് ദാവീദിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിലേക്ക് ഒരു കരച്ചിൽ. It is not a cry, God, what about my palace? What about my kingship? What about my throne? നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ദാവീദ് നിലവിളിക്കുന്നത്, അയ്യോ ദൈവമേ, എൻ്റെ കൊട്ടാരത്തിൻ്റെ എന്തുവാവും, അയ്യോ ഇനി സിംഹാസനത്തിൽ ആരിയ്ക്കും, ഇനി ആര് രാജാവാവും, ഇങ്ങനത്തെ കരച്ചിലല്ല, നിലവിളിയല്ല ഇവിടെ ദാവീദ് പറയുന്നത്. His only desire, even though he is in the wilderness, is to be with God, is to be in the presence of God. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ആഗ്രഹം ഇതാണ്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരണം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വരണം. Because David knew the importance of being in God's presence. എന്താണെന്ന് വെച്ചാൽ ദാവീദിന് അറിയായിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇരിക്കുന്നതിൻ്റെ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന്. Because there was a time in his life when he left God and then he got involved in so many things and messed up his whole life. എന്താണെന്ന് വെച്ചാൽ ഒരു സമയമുണ്ടായിരുന്നു ഈ ദാവീദ് ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയി,
പല പല കുഴപ്പങ്ങളിൽ ചെന്ന് ചാടി. See, you and me, like King David, we could come to a place where we are able to lose our positions, lose our positions, lose our finances, our properties. ഒരുപക്ഷെ ദാവീദിനെ പോലെ നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ ചില സ്ഥാനങ്ങൾ നമ്മൾക്ക് നഷ്ടമായെന്നിരിക്കാം. നമ്മളുടെ പണം അല്ലെ നമ്മളുടെ മാനം പോയെന്നിരിക്കാം. But you and I, we cannot afford to live without having an intimate relationship with God. ഇനി എന്തൊക്കെ പോയാലും ദൈവത്തിൻ്റെ സാന്നിധ്യ ബോധമില്ലാതെ നമ്മൾക്ക് ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. I want to throw a question before you. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Do you really understand what God is doing in your life? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? There are very few Christians who do understand this. വളരെ കുറച്ച് വിശ്വാസികൾക്ക് ഈ കാര്യം അറിയാൻ അറിയാം. For example, many of us are trying to avoid trouble and desperation. ഉദാഹരണത്തിന് നമ്മളിൽ മിക്കവാറും ആൾക്കാരെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. When God is trying hard to lay it on us. ദൈവം കഷ്ടപ്പെട്ട് നമ്മളെ ചില സാഹചര്യത്തിൽ കൂടി കടത്തി വിടാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എങ്ങനെയോ ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. We often blame the devil for what God is trying to do. പലപ്പോഴും ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചില കാര്യം ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ശത്രുവിനെ വെറുതെ കുറ്റപ്പെടുത്തും. Whatever is happening in your life, you need to understand that God is in total control of your life. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആണെങ്കിലും ശരി, ദൈവം പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. We need to understand, we need to ask God, what is happening, and don't take things for granted. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്ന് ദൈവമേ, അങ്ങെന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത്, എന്നെ ഒന്ന് മനസ്സിലാക്കണമേ എന്ന് നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. We need to get desperate for God, and He often uses our point of need to enable this. നമ്മൾ ദൈവത്തിനു വേണ്ടി കാംക്ഷിക്കേണ്ട ആൾക്കാരാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രയാസഘട്ടങ്ങളിലാവുമ്പോഴാണ് നമ്മൾ ദൈവത്തിനു വേണ്ടി കൂടുതൽ കാംക്ഷിക്കാനായിട്ട് തുടങ്ങുന്നത്. Listen to me very carefully. നിങ്ങളെ എന്നെ വളരെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണമേ. The people who know the most about faith are the people who have walked through the greatest difficulty and stayed Amen. close to God. ഒരു കാര്യം മനസ്സിലാക്കണം, പലപ്പോഴും ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയ ആൾക്കാർ, എന്നാൽ പ്രയാസത്തിൽ കൂടി കടന്നുപോയപ്പോഴും ദൈവസന്നിധിയിൽ നിലനിന്ന് പോയ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കർത്താവിനെ അറിയാനും അവൻ്റെ വഴികൾ മനസ്സിലാക്കുന്ന ആൾക്കാർ. As we wait on God, He becomes bigger to us. നമ്മൾ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ ദൈവത്തെ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും. അവൻ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വലുതാകും. As we wait on God, His reign becomes more firmly established in our lives. നമ്മൾ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ അവൻ്റെ വാഴ്ച നമ്മളുടെ ജീവിതത്തിൽ അത് വലുതാകും. The more we express our love for Him, the more we find that we love God. നമ്മൾ ദൈവത്തിന് വേണ്ടി കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നു. The more we worship Him, the more we will be thanking Him for His faithfulness and His provision in our lives. നമ്മൾ അവനെ കൂടുതൽ ആരാധിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ള വിശ്വസ്തതയെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. And the more gratitude
we will be for the way He is working in every detail of our lives. അങ്ങനെയാകുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ദൈവം പ്രവർത്തിക്കുന്നതിലെ നമ്മൾ നന്ദി കൊണ്ട് നിറയുന്നത്. I just want to share a small testimony. ഞാനൊരു ചെറിയ സാക്ഷ്യം നിങ്ങളോട് പങ്കുവെക്കട്ടെ. And my prayer is, at least if one person is blessed through this, I am happy. ഞാൻ വിചാരിക്കുന്നത് ഈ സാക്ഷ്യത്തിൽ കൂടി ഒരാളെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ഞാൻ സന്തോഷവാനായിരിക്കും. Years back, I had come to a place where we had lost everything. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലെ ഒരുമാതിരിയുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് ഞാൻ വന്ന് എത്തിയായിരുന്നു. We lost everything and we ran into debts. ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, ഞങ്ങൾ ഭയങ്കര കടത്തിലായി. And I had no money with me. ആ സമയത്ത് എൻ്റെ കയ്യിലൊരു പൈസ ഇല്ലായിരുന്നു. I didn't have money to even, I was wondering, God, how am I going to take care of Shanti and the children? അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ആ സമയത്ത്, അയ്യോ, ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയൊക്കെ ഇനി എങ്ങനെയാണ് പോറ്റുന്നത്? During that time, 5 of my brothers were in Dubai. ആ സമയത്ത് എൻ്റെ 5 സഹോദരന്മാർ ദുബായിലായിരുന്നു. So they knew what was happening in my life. അവർക്കറിയായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്തോ സംഭവിക്കുന്നതെന്ന്. And they said, Nikki, why don't you think of coming to Dubai? We will make all the arrangements. We'll help you in every way. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ ദുബായിലോട്ട് ഇങ്ങനെ വാ, അവിടെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു തരാം. So I shared this with Shanti. അപ്പോൾ ഈ കാര്യം ഞാൻ എൻ്റെ ഭാര്യ ശാന്തിയോട് പങ്കുവെച്ചു. And she said, I think it's a good idea. Why don't you plan to go? അപ്പം പുള്ളിക്കാരി പറഞ്ഞു, ഇത് കൊള്ളാം, നല്ല ഐഡിയ ആണ്, നമുക്ക് വേണേൽ അങ്ങനെ ചെയ്യാം. Because her close friend was running a school over there. Because they were teaching together in Chennai. And then this friend got married and she moved to Dubai and she started her own school. So she used to call Shanti and say, why don't you also come and be with me? എൻ്റെ ഭാര്യയ്ക്ക് ഈ ഐഡിയ ഇഷ്ടപ്പെടാൻ ഒരു കാരണം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരിയുടെ ഒരു സുഹൃത്ത്, അല്ല ഒരു ഫ്രണ്ട്, അവരൊന്നിച്ച് ചെന്നൈയിലെ ടീച്ചറായിട്ട് പ്രവർത്തിച്ചതായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞിട്ട് ദുബായിൽ പോയി. അപ്പം അവിടുന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു, എന്താണ് നീയും ദുബായിലോട്ട് വാ. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ കൊള്ളാം, നല്ലൊരു ഐഡിയ ആണെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു. So finally I agreed to that. അവസാനം ഞാൻ അതിനോട് ഊഹ പറഞ്ഞു. And then they sent me the visa papers. അവർ എനിക്ക് ഒരു വിസയുടെ പേപ്പറൊക്കെ അയച്ചു തന്നു. And then they asked me, when are you coming? അപ്പോൾ അവർ ചോദിച്ചു, ഇനി എന്നാ നീ വരാൻ പ്ലാൻ ചെയ്യുന്നത്? I said, I don't have money to buy ticket. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ടിക്കറ്റ് മേടിക്കാൻ പൈസ ഇല്ല. So they sent me the ticket also. അപ്പോൾ അവർ ടിക്കറ്റും അയച്ചു തന്നു. My papers and the ticket was lying in my drawer for 6 months. I was not able to take a decision. ഈ വിസ പേപ്പേഴ്സ് ടിക്കറ്റ് എല്ലാം കൂടെ എൻ്റെ ഡ്രോയറിൽ 6 മാസം കിടന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, ദുബായ് പോകണോ വേണ്ടായോ. It was during that time my elder brother, Dr. Jerome, he came on a visit. ആ സമയത്തായിരുന്നു എൻ്റെ മൂത്ത സഹോദരൻ ജെറോം, അദ്ദേഹം സന്ദർശിക്കാനായിട്ട് കേരളത്തിലേക്ക് വന്നു. And then as soon as he saw me, he said, come, let's go out for a walk. എന്നെ കണ്ടപ്പം പറഞ്ഞു, വാ നമുക്ക് നടക്കാനായിട്ട് പോവാം. And then on the way he asked me, I think, what are you planning to do next? അപ്പം നടക്കാനായിട്ട് പോയപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, അത് ഇനി എന്താണ് നിൻ്റെ അടുത്ത പ്ലാൻ എന്താണ്? I said, I was waiting for you to come. As soon as you go back to UK, I am planning to leave for Dubai. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ UK എന്ന് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. നിങ്ങളെ UK ലോട്ട് തിരിച്ചു പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ദുബായിലോട്ട് പോകും. He said, did you hear from God? അദ്ദേഹം എന്നോട് ചോദിച്ചു, ദൈവത്തിൽ നിന്ന് നീ കേട്ടോ? I said, no. ഞാൻ പറഞ്ഞില്ല. He said, why? അപ്പം പുള്ളി ചോദിച്ചു, എന്താ നീ കേൾക്കാഞ്ഞേ? I said, I'm so burdened and I'm not in a place to sit down and pray. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വളരെ ഭാരപ്പെട്ടിരിക്കുകയാണ്,
ഒരിടത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. So he told me, when I prayed for you, God told me that you are going to be in India and you are going to be involved in the ministry. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നീ ഭാരതത്തിലായിരിക്കുന്നു, ഭാരതത്തിൽ നീ ശുശ്രൂഷ ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നത്. So when I heard that, fear grip was gripping my heart. അത് കേട്ടപ്പോൾ ഈ ഭയം എന്നെ കയറി പിടിച്ചു. So I told him, I will go for 2 years and after 2 years, I will come back and then go into ministry. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, ഞാൻ 2 വർഷത്തേക്ക് ദുബായിലോട്ടൊന്ന് പോയിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ശുശ്രൂഷയിലേക്ക്. Because I was planning with Kali pocket, how can I go into ministry? I need some money. അപ്പം ഞാൻ വിചാരിച്ചു, ഈ പോക്കറ്റ് കാര്യമായിട്ട് എങ്ങനെയാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്, കുറച്ചൊക്കെ പണം സമ്പാദിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ശുശ്രൂഷയിലേക്ക് ഇറങ്ങാം. He told me, what God wanted me to tell you, I've told you. You pray and make your own decision. അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ തീരുമാനം എടുത്തോ, പക്ഷെ ദൈവം എന്നോ ഹൃദയത്തിലിട്ട കാര്യം ഞാൻ നിന്നോട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. So I came back and shared this with Shanti. അപ്പം ഇത് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭാര്യ ശാന്തിയോട് പങ്കുവെച്ചു. I said, I think all our plans are not going to work. അപ്പം ഞാൻ പറഞ്ഞു, ഈ നമ്മൾ ഉണ്ടാക്കിയ പദ്ധതികളൊന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല. At the time I was part of the Assemblies of God Church. ആ സമയത്ത് ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ഒരു അംഗമായിരുന്നു. And after that, whenever I go for any meeting, the person who is ministering will come and lay hands on my head and say, son, God has seen you for full-time ministry. Set aside all your plans and step out. ഈ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ എപ്പം ഏതെങ്കിലും യോഗത്തിന് പോയാൽ ആ ദേവദാസന്മാർ വന്ന് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മകനെ, ദൈവം നിന്നെ പൂർണ്ണ സഭ സുവിശേഷ വേലയ്ക്കായിട്ട് വിളിക്കുന്നു. So when this happened 3 to 4 times, I told Shanti, I'm not going to go for any meetings again. ഇത് 3-4 വട്ടം നടന്നപ്പം പിന്നെ ഞാൻ എൻ്റെ ഭാര്യ ശാന്തിയോട് പറഞ്ഞു, അതെ, ഞാൻ ഇനി യോഗത്തിനൊന്നും വരുന്നില്ല. So I was staying at home. അപ്പം ഞാൻ പിന്നെ വീട്ടിലിരിക്കാൻ തുടങ്ങി. After a couple of days, what happened is morning 6 o'clock, someone is ringing the bell in our home. 2-3 ദിവസം കഴിഞ്ഞ് രാവിലെ 6 മണിക്ക് എൻ്റെ കഥകെ മുട്ടി. When I opened the door, ഞാൻ കഥക് തുറന്നപ്പോൾ one pastor is standing there. ഒരു പാസ്റ്റർ അവിടെ നിൽക്കുകയാണ്. He said, morning when I got up to pray, I was praying for you and the Lord told me to come and tell you this, that you are meant for the ministry, set aside all your plans and step out. അപ്പോൾ ആ പുള്ളി പറയാ, ഞാൻ രാവിലെ പ്രാർത്ഥിക്കാനിരുന്നപ്പം ദൈവം എൻ്റെ ഹൃദയത്തിലിട്ടു, നിന്നോട് വന്ന് പറ, ദൈവം നിന്നെ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നു, നീ ബാക്കി പ്ലാനുകളെല്ലാം മാറ്റിവെക്കും. So I was telling Shanti, I can't go to church now. I thought of being peaceful at home. Even that's not going to work. അപ്പം ഞാൻ ശാന്തിയോട് പറഞ്ഞു, അയ്യോ, ഇത് ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു ഇനി യോഗത്തിൽ പോകാതിരുന്നാൽ രക്ഷപ്പെടും, പക്ഷേ ഇതിപ്പോൾ വീട്ടിലിരിക്കാനും എനിക്ക് പറ്റുന്നില്ലല്ലോ. So after this, one of my friends, Pastor Roy, he called me, he said, we are having a meeting, why don't you come to that? ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് പാസ്റ്റർ റോയ്, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരു യോഗമുണ്ട്, നിങ്ങളോട് അതിനെ വാ. So I went for the meeting. ഞാൻ അവിടെ യോഗത്തിന് പോയി. And I was sitting there, one pastor came in. അവിടെ ഇരുന്നപ്പം ഒരു പാസ്റ്റർ വന്നു. And then he said, I was wanting to meet you. I thought after this meeting, I was planning to come to your home and meet you. അപ്പം ആ പാസ്റ്റർ പറയാണ്, അയ്യോ, ഞാൻ നിന്നെ കാണാനിരിക്കുമായിരുന്നു, ഇവിടുത്തെ യോഗത്തിന് ശേഷം ഞാൻ നിന്നെ വന്ന് മീറ്റ് ചെയ്യാനിരിക്കുമായിരുന്നു. I have a message for you. എനിക്കൊരു നിന്നോട് പറയാനായിട്ടൊരു ദൂതുണ്ട്. I said, please don't tell me what it is. I know what it is. അപ്പം ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് ആ ദൂത് എന്നോട് പറയണ്ട, എനിക്ക് ഓൾറെഡി അറിയാം എന്തുവാ ആ ദൂതെന്ന്. So finally, I told Shanti, we can't allow this to happen like this. അപ്പം ഞാൻ അവസാനം ശാന്തിയോട് പറഞ്ഞു, ശാന്തി, ഇത് നമ്മുടെ ഇനി ഇങ്ങനെ മുന്നോട്ട് ഒത്തിരി പോകാൻ പറ്റത്തില്ല. Because if God is speaking to all these people, why can't God speak directly to us? അപ്പം ഞാൻ പറഞ്ഞു, ദൈവം ഇത്രയും പല പല ആൾക്കാരോട് സംസാരിക്കുവാണെങ്കിൽ എന്നോട് എന്താ ദൈവം സംസാരിക്കാത്തത്?
So we decided to set aside 3 days and wait on God. അപ്പം ഞങ്ങൾ 3 ദിവസം മാറ്റി വെച്ചിട്ട് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് തുടങ്ങി. On the 3rd day, God spoke to us. 3-ാമത്തെ ദിവസം ആയപ്പോൾ ദൈവം ഞങ്ങളോട് സംസാരിച്ചു. It's from the book of Acts, chapter 28. അത് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ നിന്നാണ് സംസാരിച്ചത്. Verse 30 and 31. അതിൻ്റെ 30-31 വാക്യങ്ങൾ. അവർ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തൻ്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. It says he stayed for 2 full years in his own rented quarters. 2 വർഷം അദ്ദേഹത്തിൻ്റെ തന്നെ അടയ്ക്ക് എടുത്ത വീട്ടിൽ അദ്ദേഹം താമസിച്ചു എന്ന് പറയുന്നു. So when God spoke to us, we knew that God is calling us into full-time ministry. ദൈവം ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ദൈവം ഞങ്ങളെ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്കായിട്ട് വിളിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. So we took a decision and we sent back the ticket and all back to Dubai. ഞങ്ങൾ അങ്ങനെ തീരുമാനം എടുത്തിട്ട് പിന്നെ വിസയും ടിക്കറ്റും എല്ലാം ഞങ്ങൾ തിരിച്ചയച്ചു കൊടുത്തു. And here it says, in his own rented quarters. ഇവിടെ അദ്ദേഹത്തിൻ്റെ തന്നെ റെന്റഡ് ക്വാർട്ടേഴ്സ് വാടക വീട് എന്നവിടെ പറയുന്നു. So we were staying in our family home. So we knew that God wanted us to shift from our family home to a rented home. അപ്പം ഞങ്ങളുടെ മനസ്സിൽ ഇത് വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് ഞങ്ങളുടെ കുടുംബ വീട്ടിലായിരുന്നു താമസിച്ചത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് മാറി ഞങ്ങളുടെ സ്വന്തം ഒരു വാടകയ്ക്ക് വീടെടുത്തിട്ട് അവിടെ താമസിക്കണം എന്ന് ഞങ്ങളുടെ മനസ്സിൽ വന്നു. But we don't have any money with us. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ വാടകയ്ക്ക് കൊടുക്കാൻ പൈസ ഇല്ല. That is how we moved to Brother Nainachan's home. അങ്ങനെയാണ് നൈനാച്ചൻ ബ്രദറിൻ്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ അന്ന് മൂവ് ചെയ്തത്. So I think we were wondering how to move forward. ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു എങ്ങനെ മുന്നോട്ട് പോകണം. And then we said, okay, we will set aside another 3 days and wait on God. ഞങ്ങൾ വിചാരിച്ചു ഇനി 3 ദിവസം കൂടെ നമുക്ക് മാറ്റിവെക്കാം, നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാം. And while we were in God's presence, again God spoke to us. ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നപ്പോൾ ദൈവം വീണ്ടും ഞങ്ങളോട് സംസാരിച്ചു. It's from the book of Ecclesiastes, chapter 9, verse 7. Can I enter read it? Ecclesiastes 9, verse 7. സഭാപ്രസംഗി അതിൻ്റെ 9-ാം അധ്യായം 7-ാം വാക്യം. നീ ചെന്ന് സന്തോഷത്തോടു കൂടെ അപ്പം തിന്നുക, ആനന്ദ ഹൃദയത്തോടെ വീഞ്ഞു കുടിക്കുക. ദൈവം നിന്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. So in the English it says go. God was telling us go. Move out. ഇതിൻ്റെ ഇംഗ്ലീഷ് ബൈബിളിൽ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ പോകുവിൻ എന്നുള്ള ഒരു കാര്യം അതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ നീ ചെന്ന് എന്ന് പറയുമ്പോൾ ഗോ. Soon after that, after 2 days, I received a phone call. ഇതിൻ്റെ 2 ദിവസത്തിന് ശേഷം എനിക്കൊരു ഫോൺ കോൾ കിട്ടി. That person told me, Nikki, we were praying for you and we heard that God is calling you into full-time ministry. അപ്പോൾ വിളിച്ച ആൾ പറഞ്ഞു, ഞങ്ങൾ നിക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, ഞങ്ങൾ കേട്ടു നിക്കിയെ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നു എന്ന്. He said, can you send me your bank details? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് അയച്ചു തരാമോ? With all humility, I want to say that today it is over 27 years, and in the last 27 years, we have been tasting of God's faithfulness and goodness. ഞാൻ വളരെ താഴ്മയോടുകൂടി നിങ്ങളോട് പറയുകയാണ്, കഴിഞ്ഞ 27 വർഷം ദൈവം ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി. ദൈവത്തിൻ്റെ വിശ്വസ്തതയും ദൈവം ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നു. We came across many challenges, we came across many problems, but in all of that, God kept us. നമ്മൾ പല പ്രയാസങ്ങൾ, പല വെല്ലുവിളികൾ ഞങ്ങൾ നേരിട്ടു, പക്ഷെ അതിൽ കൂടിയൊക്കെ ദൈവം ഞങ്ങളെ കാത്തു.
I just want to read one more verse and we will close. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കാൻ പോകുന്നു. Book of Isaiah chapter 40. യേശയ്യാവ് എഴുതിയ പ്രവചനം 40-ാം അധ്യായം 30 and 31. അതിൻ്റെ 30-ഉം 31-ഉം വാക്യങ്ങൾ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. Amen. I just want to mention 3 things from this verse. ഈ വാക്യത്തിൽ നിന്ന് 3 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. It says, those who wait for the Lord will gain new strength. ഇവിടെ എഴുതിയിരിക്കുന്നത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. However weak or tired you are, നിങ്ങൾ വളരെ ക്ഷീണിച്ചിരിക്കുമായിരിക്കാം, വളരെ ബലഹീനരായിരിക്കാം. but when you make a decision to set aside time and wait on God, He will release His strength into your life. പക്ഷെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി സമയം മാറ്റി വെക്കുന്നു, ദൈവത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ തീരുമാനിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് ശക്തി നൽകും. The second thing is, രണ്ടാമത്തെ പോയിന്റ്, when you are waiting in God's presence, God speaks to us. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. That is what I was trying to share my testimony, how in the midst of everything that is happening, when we decide to set aside time, we were able to hear God's voice. എൻ്റെ സാക്ഷ്യത്തിൽ കൂടി ഇതായിരുന്നു ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. ഞങ്ങൾ വളരെ പ്രയാസത്തിൽ കൂടി കടന്നു പോയപ്പോഴും നിങ്ങൾ സമയം മാറ്റി വെച്ചപ്പോൾ ദൈവം ഞങ്ങളോട് സംസാരിച്ചു. And the third thing is, the more time you spend in God's presence, you will get to know God better. മൂന്നാമത്തെ കാര്യം, നമ്മൾ കൂടുതൽ സമയം ദൈവത്തിൻ്റെ കൂടെ ചെലവഴിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ തന്നെ കൂടുതൽ അറിയുവാൻ സാധിക്കും. In your heart, if you want to know God better, make a decision that you will set aside time and you will spend time with God. നിങ്ങൾക്ക് ദൈവത്തെ അറിയണമെന്ന് ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങളൊരു തീരുമാനമെടുക്കുക. നിങ്ങളെ കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ കൂടെ നിങ്ങൾ സമയം ചെലവഴിക്കുന്നു. In closing, I want to say this. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. If you do not know what to do, then do nothing. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. Wait on the Lord until you are sure you know what to do. നിങ്ങൾ ഒന്നും ചെയ്യണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ദൈവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നിടം വരെ നമ്മൾ കാത്തിരിക്കണം. When you are in dark, wait for God's light. നിങ്ങൾ അന്ധകാരത്തിലാകുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രകാശത്തിന് വേണ്ടി കാത്തിരിക്കുക. When you are weak, wait for God's strength. നിങ്ങൾ ബലഹീനരാകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുക. When you have lost your way, wait for God's direction. നിങ്ങൾ നിങ്ങളുടെ വഴി തെറ്റിപ്പോകുമ്പോൾ അത് നേർവഴി കാണുന്നിടം വരെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. When you are overcome with sorrow, wait for God's comfort. നിങ്ങൾ വളരെയധികം പ്രയാസത്തിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുക. When you are in the midst of trials and trouble, wait for God's deliverance. നിങ്ങൾ വളരെ പ്രശ്നങ്ങളും പ്രയാസത്തിൻ്റെ നടുവിലാവുമ്പോൾ ദൈവത്തിൻ്റെ വിടുതലിന് വേണ്ടി കാത്തിരിക്കുക. God protects and preserves us as we wait upon Him. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മളെ സുരക്ഷിതമായിട്ട് കാക്കും. The Lord gives us His very best when we wait on Him. നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവം അവൻ്റെ ഏറ്റവും നല്ലത് നമുക്ക് നൽകും. Can I ask Pastor Jeffy to just come forward and pray at this time? പാസ്റ്റർ ജെഫി മുന്നോട്ട് വന്ന് പ്രാർത്ഥനയിൽ ഒന്ന് നയിച്ചാട്ട്.
Maybe it's time for us to just bow our heads for a minute. നമ്മൾ ഒരു നിമിഷം നമ്മളുടെ തലകളെ വണക്കാം. Think about what the Lord has just spoken through Brother Nicky. സഹോദരൻ നിക്കിൽ കൂടി ദൈവം നമ്മളോട് സംസാരിച്ച കാര്യത്തെക്കുറിച്ച് ഒന്ന് നമുക്ക് ചിന്തിക്കാം. Are you actually doing everything because God told you, or are you doing it out of your energy and your passion and you want to do something? നിങ്ങളുടെ സ്വന്തം ഇഷ്ടമോ അല്ലെ മനസ്സിലെ ചില കാര്യങ്ങൾ വന്നതുകൊണ്ടാണോ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത്, അതോ ദൈവം നിങ്ങളോട് പറയുന്നത് കൊണ്ടാണോ? Very clearly we heard today that, and we know it in the scriptures, that we are called to walk according to His direction. ദൈവത്തിൻ്റെ ആ നടത്തിപ്പനുസരിച്ച് നടക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. If you have not done that, and if the word has come to you this morning, just speak to God and tell Him that, and tell Him you want to begin to hear Him and you want to walk with Him. നിങ്ങൾ ദൈവത്തെ കേൾക്കണമെന്നും ദൈവത്തിൻ്റെ കൂടെ നടക്കണമെന്നും നിങ്ങൾക്ക് ദൈവത്തോട് പറയാം. നിങ്ങൾ അങ്ങനെ ഓൾറെഡി അങ്ങനെ നടക്കുന്നില്ല എങ്കിൽ, If you need your heart to be cleansed and your heart to be washed so that from the innermost being it's a sweet communion of the Lord and the fellowship with the Lord and the direction of the Lord that comes out, tell Him that. നിങ്ങൾ ഹൃദയത്തിൽ നിങ്ങൾക്ക് ആ ഒരു കഴുകൽ വേണമെങ്കിൽ, അങ്ങനെ ദൈവവുമായിട്ടുള്ള അടുപ്പത്തിൽ നിങ്ങൾക്ക് നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് അങ്ങനെ പറയാം. If you are running around with too much of busyness, with things that are taking all your time in such a way that you have no time for God, then maybe it's a time just to make that commitment this morning. ദൈവത്തിന് വേണ്ടി പോലും ഒട്ടും സമയം മാറ്റിവെക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ആ തിരക്കേറിയ ജീവിതത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷേ ചില തീരുമാനങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. For each one will be different. നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ജീവിതങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഓരോരുത്തരുടെ തീരുമാനങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കാം. Let not us hear the word and do nothing about it. നമ്മൾ ഇങ്ങനത്തെ ഒരു സന്ദേശം കേട്ടിട്ട് ഒന്നും ചെയ്യാതിരിക്കരുത്. As I pray, you also join and in your heart cry out to God for your life. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും നിങ്ങളെ ഹൃദയത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. Father God, we come to you as a group of people who have been redeemed by your precious blood. പിതാവേ, അങ്ങയുടെ വിലപ്പെട്ട രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടം ജനമായിട്ട് ഞങ്ങളെ ഒന്നിച്ച് അങ്ങയുടെ മുമ്പാകെ വരുന്നു. We acknowledge just by your work in our lives and your call upon our lives that we are not our own, we belong to you. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതല്ല, ഞങ്ങൾ അങ്ങയുടേതാണ് എന്ന് ഞങ്ങൾ പ്രസ്താവിക്കുന്നു. We acknowledge, O Lord, that individually, as families and as a church, we are yours. കർത്താവേ, വ്യക്തിപരമായിട്ടും കുടുംബമായിട്ടും ഞങ്ങൾ അങ്ങയുടേതാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. And so this morning, we just want to give you thanks for your word. We want to give you thanks for having spoken to us. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയത്ത് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. You hear the cries of each one sitting here. You know their hearts. You know what they are speaking to you. കർത്താവേ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന അങ്ങ് കേൾക്കുന്നുണ്ടല്ലോ. അവരെ അങ്ങയോട് സംസാരിക്കുന്ന കാര്യം അങ്ങ് കേൾക്കുന്നുണ്ടല്ലോ. Oh Father, we pray that you will not allow any of us to disregard what you are talking to us and the church. കർത്താവേ, അങ്ങ് ഞങ്ങളോടോ സഭയോടോ സംസാരിക്കുന്ന കാര്യത്തെ അഗണ്യമാക്കാതെ ഇരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. We pray that your presence would lead us and that we would walk in such a way that we are in close communion with you. അങ്ങയുടെ
സാന്നിധ്യം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ അടുപ്പത്തിൽ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Help everyone sitting here to set aside time to wait to meet with you regularly. കർത്താവേ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവിതത്തിലെ സമയം, ഓരോ ദിവസത്തെ സമയം അങ്ങയുമായിട്ട് കണ്ടുമുട്ടുവാൻ വേണ്ടി മാറ്റിവെക്കുവാൻ അങ്ങ് സഹായിക്കണമേ. In Jesus' precious name. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ Amen. ആമേൻ.